നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് SRP റിപ്പിൾ എന്ന ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് എന്നിവയെക്കുറിച്ച് വിശദമായി തന്നെ നോക്കാവുന്നതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ്. യൂസ് കേസ്. SRP ലോകമെമ്പാടുമുള്ള ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഒരു ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് സൊല്യൂഷനാണ്. ഡോളർ, യൂറോ, രൂപ പോലുള്ള കറൻസികൾ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങൾക്കിടയിൽ വേഗത്തിൽ കുറഞ്ഞ ചിലവിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ഇതിൻ്റെ സപ്ലൈ എന്താണെന്ന് നോക്കാം, എത്രയാണെന്ന് നോക്കാം. മൊത്തം സപ്ലൈ 100 മില്യൺ SRP ആണ്. ഇപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് ഏകദേശം 55 മില്യൺ SRP ആണ്. ഇടയ്ക്കൊരു റെഗുലേഷൻ ഉണ്ടായിരുന്നു. USA സെക്യൂരിറ്റി എക്സ്ചേഞ്ചുമായിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു റിപ്പിളിന്. അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ റിപ്പിളിന് എന്ന കമ്പനിക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു. അത് അതിനൊരു പോസിറ്റീവ് വശമായി നിൽക്കുകയും ചെയ്യുന്നു. ബാങ്കിങ് മേഖലയിലെ പരീക്ഷണങ്ങളും SRPയുടെ ഭാവി പോസിറ്റീവാണ്. പിന്നെ ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിരവധി രാജ്യാന്തര ബാങ്കുകളും റിമിറ്റൻസ് കമ്പനികളും റിപ്പിൾ നെറ്റ് പരീക്ഷിച്ചു വരുന്നു. ഇത് അതുകൊണ്ട് തന്നെ SRPക്ക് റിയൽ വേൾഡ് അഡോപ്ഷൻ ഉണ്ട്. ഫണ്ടമെൻ്റൽ നോക്കിയാൽ എൻ്റെ വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ SRP ദീർഘകാലത്തേക്ക് വളർച്ചാ സാധ്യതയുണ്ട്. ഇത് ലോങ് ടൈമിലൊരു ബുള്ളിഷ് ടെൻഡൻസി ഉള്ളതാണ്. ടെക്നിക്കൽ അനാലിസിസ് എന്തെന്ന് നോക്കാവുന്നതാണ്. അതായത് പ്രൈസ് ട്രെൻഡ് നോക്കാം. SRP ഇപ്പോൾ 220-225 പരിധിയിലാണ് വ്യാപാരം നടക്കുന്നത്. 200-210 സപ്പോർട്ട് നിലയിൽ നിന്ന് വില മുകളിലേക്ക് റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് ടേം റിക്കവറിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ലോങ് ടേം ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ഘട്ടത്തിലാണ്. അതായത് 200-275 റേഞ്ചാണിത്. അതിന് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാവുന്നതാണ്. അതായത് ആദ്യത്തെ സപ്പോർട്ട് 210-ലാണ്. വില ഇതിൽ നിന്നും ഉയർന്നിരിക്കുന്നു. നല്ല സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ സപ്പോർട്ട് വരെയെങ്കിൽ 200 പ്രധാനം ലോങ് ടേം ഒരു സപ്പോർട്ട് ലെവലാണിത്. ഇത് സ്വാഭാവികമായിട്ടും അതിന് മുകളിലാണ് നിൽക്കുന്നത്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 230 ആദ്യത്തെ പ്രതിരോധം. ഇതിന് മുകളിൽ പോയാൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തുടക്കമാകുന്നു. 230 മുകളിൽ പോയാൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിന് തുടക്കമാണ്. ഇനി രണ്ടാമത്തെ റെസിസ്റ്റൻസ് 260-275 ഒരു മീഡിയം ടേം ബ്രേക്ക് ഔട്ട് സോണിലാവും. ആ ലെവലിലെത്തുമ്പോൾ ഇനി നോക്കാനുള്ള കീ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 200-275 ഇപ്പോൾ ഈ റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂവിങ് ആവറേജസ് നോക്കാവുന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സ് 20 ദിവസത്തെ മൂവിങ് ആവറേജ് 215 വില അതിനേക്കാൾ മുകളിലാണ്. ഒരു ഷോർട്ട് ടേം ബുള്ളിഷാണ്. 50 ദിവസത്തെ മൂവിങ് ആവറേജ് 235 വില താഴെയാണ്. മീഡിയം ടൈം ന്യൂട്രലാണ്. 200 ദിവസത്തെ മൂവിങ് ആവറേജ് 260 ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് ആണ് ലെവലിൽ വരുന്നത്. ഷോർട്ട് ടൈം മൊമെൻറ്റം പോസിറ്റീവാണ്. പക്ഷേ മേജർ ബ്രേക്ക് ഔട്ട് 235-260 കടക്കുമ്പോൾ മാത്രമേ ഉറപ്പുള്ള ഒരു അപ് ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളൂ. ഇനി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. അതിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 52 52 ഇത് ന്യൂട്രലൈസ്ഡ് സോണാണ്. ഓവർബോട്ടോ ഓവർസോൾഡ് ഒന്നുമില്ല. മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ് പോസിറ്റീവ് ക്രോസ് ഓവറാണ്. പോസിറ്റീവ് ക്രോസ് ഓവർ സിഗ്നലാണ്. മൊമെൻറ്റം സ്ട്രോങ് ബിൽഡപ്പ് ആണ് കാണിക്കുന്നത്. വോളിയം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വോളിയം വർദ്ധിച്ചിരിക്കുന്ന ഒരു ബയർ ആക്റ്റീവ് കാണിക്കുന്നുണ്ട്. ഇനി ചാർട്ട് പാറ്റേണിൻ്റെ ഒബ്സർവേഷൻ നോക്കിയാൽ SRP ഇപ്പോൾ അസെൻഡിങ് ചാനൽ പാറ്റേണിലാണ്. ഇത് വില 230 മുകളിൽ കടന്നാൽ 260 വരാനുള്ള സാധ്യതയുണ്ട്. ഇനി കൺക്ലൂഷൻ. ചുരുക്കത്തിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് SRPക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അഡോപ്ഷൻ മൂലം ഭാവി ശക്തമാണ്. ടെക്നിക്കലി 230-270 റേഞ്ചിൽ സ്റ്റേബിളാണ്. ദീർഘകാലത്ത് 500 അതിലധികമോ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എപ്പോഴും ഓർക്കണം, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് വളരെയധികം വോളറ്റിലിറ്റിയാണ്.